അപ്പോൾ നിയുക്ത MLA ആയി വന്ന് ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കായംകുളത്തിന്റെ പുതിയ MLAക്ക് മന്ത്രിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ധാരാളം കള്ളപ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട്. പുതിയ MLAക്ക് വളരെ സന്തോഷത്തോടെ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കാം. കാരണം എല്ലാ പ്രധാന റോഡുകളും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് അനുവാദം വേണമെന്നാവശ്യപ്പെട്ട് കായംകുളത്തെ മുൻ MLA യു പ്രതിഭ ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മകൻ കഞ്ചാവ് കേസിൽ പെട്ടു, അന്ന് വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന് വലിയ പ്രചാരം കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പ്രതിഭ പറഞ്ഞത്. പക്ഷേ യു പ്രതിഭയെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു പ്രതിഭ ഒന്നുകിൽ ലൈവിൽ വന്നിട്ട് തന്നെ തോൽപ്പിച്ചത് SNDPയുടെ നീക്കമാണല്ലേ, വെള്ളാപ്പള്ളി നടേശന് ഈഴവ വോട്ടുകൾ മറിച്ചതുകൊണ്ടാണ്, തനിക്കെതിരെ മത്സരിച്ച ലിജു തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി, വീടുകളിൽ ചെന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചു, 2 തവണ പ്രതിഭയെ MLA ആക്കിയില്ല, ഇനി 1 തവണ എന്നെ ആക്കൂ എന്ന് പറഞ്ഞ് കാല് പിടിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ ഇന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഈ CPMൻ്റെ നേതാക്കളടക്കം തനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് താൻ തോറ്റത്. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, പുതിയ മന്ത്രിസഭയുണ്ടായി, വകുപ്പുകൾ വിഭജിച്ചു, MLAമാരുടെ സത്യപ്രതിജ്ഞയായി, എന്നിട്ടും യു പ്രതിഭയ്ക്ക് തൻ്റെ തോൽവി അംഗീകരിക്കാൻ പറ്റുന്നില്ലയോ? ഇപ്പോൾ ഇവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് യു പ്രതിഭ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം ഓഫ് ചെയ്യാനാണ്. നിങ്ങൾ നാട്ടിൽ മുഴുവൻ CPMൻ്റെ നേതാക്കളെ അതുപോലെ സാമുദായിക നേതാക്കളെയൊക്കെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിർത്തും. ഇനിയും ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നാലും EVM മെഷീനിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും നിങ്ങളെ വിജയമായിട്ട് പ്രഖ്യാപിക്കാനും പറ്റില്ല. ഇത്രയും വലിയ പരിഹാസമൊക്കെ യു പ്രതിഭയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല കായംകുളത്ത് 2 തവണ വിജയിച്ചവർ വീണ്ടും കായംകുളം ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ CPM ജില്ലാ നേതൃത്വം പറയുന്നത് നിങ്ങൾ സ്വന്തം നാടായിട്ടുള്ള എടത്വ തകഴി മേഖലയിലേക്ക് പോവുക, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. എന്നിട്ടും ഇതാ എൻ്റെ വികസന നേട്ടങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ലൈവിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പ്രതിഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ വേട്ടയാടിയത്. ഇവിടെ അത് പറഞ്ഞുകൊണ്ട് വീടാന്തരം കയറി എന്നെ പറ്റി അപവാദ പ്രചരണം നടത്തിയതും എനിക്ക് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കയറി എന്നെ പറ്റി അപവാദ പ്രചരണം നടത്തിയതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ഇത്തവണ വല്ലാത്ത രൂപത്തിൽ പണം ഇറങ്ങി ഒരു കളി കളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യു പ്രതിഭയെ കാണേണ്ടത് വേണ്ടത്ര അഗാധമായ രീതിയിൽ രാഷ്ട്രീയ ബോധമില്ലാത്തതായ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്ക്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ജയിക്കും, തോക്കും, സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ശൈല ടീച്ചർ എന്ന് പറഞ്ഞതിനിടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച CPMൻ്റെ MLA. അവർ ഇത്തവണ പോയി മത്സരിച്ച് തോറ്റുപോയിട്ട് അവരിങ്ങനെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്, എന്നെ പാർട്ടി തോൽപ്പിച്ചു. അവിടെ മത്സരിക്കുന്ന സമയത്ത് തന്നെ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ടീച്ചർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് ഏറ്റെടുത്ത് മത്സരിച്ചു, തോറ്റുപോയി. അത് തോറ്റു പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജനങ്ങളുടെ മാൻഡേറ്റാണ് പ്രധാനപ്പെട്ടത്. ജനങ്ങൾ പറയാണ് യു പ്രതിഭ നിങ്ങൾ തോക്കൂ എന്ന് പറഞ്ഞ് പ്രതിഭ തോക്കുകയും ആ തോൽവി അംഗീകരിക്കുകയും ചെയ്യണം. അതല്ലാതെ ലിജു സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും, നിങ്ങൾ 2 പ്രാവശ്യം പ്രതിഭയെ ഏൽപ്പിച്ചില്ലേ, എന്നെ 1 പ്രാവശ്യമെങ്കിലും അനുഗ്രഹിക്കൂ. അത് ഒരു വാട്ടർ ഡോമ്പിലുള്ള അഭ്യർത്ഥനയല്ലേ? അയാളെ പിന്നെ അല്ലാതെ എന്ത് ചെയ്യണം? ഭീഷണിപ്പെടുത്താൻ പറ്റും അല്ലേ? നിങ്ങൾ ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ തവണയും പ്രതിഭയെ തന്നെ വിജയിപ്പിക്കും, നല്ല പ്രതിഭയാണ് കേട്ടോ എന്നൊക്കെ പറയണം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് അവർ നടക്കില്ലായിരുന്നു. ജനം തോൽപ്പിച്ചു, തോൽവി അംഗീകരിക്കുന്നു, വീണ്ടും ജനങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുക, അംഗീകാരം നേടുക, അങ്ങനെ വീണ്ടും അവർ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് തിരിച്ചു വരിക. ഇതാണ് അവരുടെ മുന്നിലുള്ള വഴിയെന്ന് പറയും. അവർക്ക് എനിക്കറിയാം, കഴിഞ്ഞ ആ ടൈമിൽ തന്നെ അവരുടെ മകനും അതേപോലെ തന്നെ കഞ്ചാവ് കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു വർത്തമാനമൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. അത്തരം ശ്രദ്ധയോടുകൂടി പ്രവർത്തനം ഇവരുടെ ഭാഗത്തില്ല. ഇവരെ തോൽപ്പിച്ച് പാർട്ടിക്കാരാണെന്ന് 1 പ്രാവശ്യം പറഞ്ഞു, പിന്നെ വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറഞ്ഞു, ലിജു കരഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാം. എന്ത് കാര്യം ഇതിനെയൊക്കെ
അപ്പോൾ ഈ യു പ്രതിഭ എന്ന് പറയുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നു, വിജയിച്ചു. കഴിഞ്ഞ തവണ രണ്ടാമതും വിജയിച്ചു വന്നപ്പോൾ ഒരു പക്ഷേ യു പ്രതിഭ പ്രതീക്ഷിച്ചിരിക്കാം ഒരു മന്ത്രി പദവി. പക്ഷേ പിണറായി വിജയന് താല്പര്യമുള്ള വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ട് വന്നു. അന്ന് കേട്ടത് ഈ വീണ ജോർജ് അല്ലായിരുന്നെങ്കിൽ യു പ്രതിഭയ്ക്ക് ആ മന്ത്രി പദവിയിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. മാത്രമല്ല ജി സുധാകരനുമായിട്ട് കൃത്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജി സുധാകരനാണ് തന്നെ തോൽപ്പിച്ചതെന്നും ഇടയ്ക്ക് പറയുന്നുണ്ട്. ജി സുധാകരൻ തന്നെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലരെ ഫോൺ വിളിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ തോൽവിയെ അംഗീകരിക്കണ്ടേ? തോൽവി അംഗീകരിക്കാതെ ജയവും പരാജയവും ഉണ്ടാവും. ഇവിടെ ലിജു എത്രയോ തവണ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് അയാൾ കായംകുളത്ത് മത്സരിക്കാനായിട്ട് വരുന്നത്. അതിന് തൊട്ടു മുമ്പ് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി തന്നെ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കേണ്ടി വന്നപ്പോൾ നേരിട്ട് ലിജു കായംകുളത്തേക്ക് വരിക. അതായത് അവിടെ യാതൊരുവിധ പ്രവർത്തന മികവും ഇല്ലാതിരുന്നിട്ടും ലിജു അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങി, ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാകാം, അഭ്യർത്ഥിച്ചിട്ടുണ്ടാകാം, കാല് പിടിച്ചിട്ടുണ്ടാകാം. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രമല്ലേ? മാത്രമല്ല ഈ പറയുന്ന പ്രതിഭയ്ക്ക് CPM വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സഖാക്കൾക്ക് ഇവരെ മതിയായി എന്നല്ലേ അർത്ഥം? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആർ നാസർ പറഞ്ഞത് CPM MLA ആയിട്ട് യു പ്രതിഭ അവിടെ ഇരുന്നപ്പോൾ അവർ പാർട്ടിയെ വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്തത്. അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും ഇവരെ തള്ളി പറഞ്ഞു. മാത്രമല്ല ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തള്ളി പറയുക ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ CPM ജില്ലാ നേതൃത്വത്തിനൊക്കെ എതിരെ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നു. അവിടുത്തെ റോഡിൻ്റെ വികസനം കൊണ്ടുവന്നത് ഞാനാണ്, അവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തതെന്ന് പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരും നാട്ടുകാരും പറയുന്നത് ഫ്ലെക്സ് MLA ലിജു തോൽപ്പിച്ചു എന്നാണ്. മാത്രമല്ല വിജയിച്ചു വന്ന ലിജു ഇപ്പം മന്ത്രിയാണ്. 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഒന്ന് ഈ പറയുന്ന സഹകരണ വകുപ്പുണ്ട്, ഒപ്പം എക്സൈസും ഉണ്ട്. അതുകൊണ്ട് ഇനി ലിജു ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തതിനെ തുടർച്ച ചെയ്യാൻ വരരുത്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. കേരളത്തിൽ എത്രയോ പേര് തോറ്റു. ഒരു വലിയ സുനാമി ഉണ്ടായി CPM അടമടലം പിളർത്തി തോൽപ്പിച്ചുകൊണ്ട് പോയതാണ്. അപ്പം ഈ യു പ്രതിഭ മാത്രം തോറ്റു എന്നെന്തിനാ ഇവർ കരുതുന്നത്? ഇവിടെ മാഷ് പറയുന്ന പോലെ ശൈലജ ടീച്ചർ എത്ര വ്യക്തിപ്രഭാവമുള്ള ഒരാളാണ്. അവർ തോറ്റില്ലേ? മന്ത്രിയായിരുന്നു ആർ ബിന്ദു, തോറ്റില്ലേ? അപ്പോൾ അവർക്കൊന്നുമില്ലാതെ ഞാനിപ്പോഴും കായംകുളത്തിന് വേണ്ടി ചെയ്യുന്നു, ഞാനാണ് കായംകുളത്തെ വികസിപ്പിച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇപ്പോൾ ഈ പുതിയ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു. ഇതിൽ ഹരിപ്പാട്ട് MLA രമേശ് ചെന്നിത്തല അവിടെ പില്ലർ, ഈ എലിവേറ്റഡ് ഹൈവേ, അതായത് തൂണുകൾക്ക് മുകളിലൂടെ റോഡ് പോകുന്നു. അപ്പോൾ താഴ്വശത്തൊക്കെ ഉപയോഗിക്കാനും റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ സൗകര്യം. തിരിച്ച് ഈ ഹരിപ്പാട് വന്ന് കായംകുളത്ത് മുട്ടുമ്പോൾ അവിടെ എലിവേറ്റഡ് ഹൈവേ അല്ല, മീൻസ് ബ്രിഡ്ജുകളല്ല. അപ്പോൾ എന്ത് പറ്റി? അവിടെ 2 വശവും അടയ്ക്കപ്പെട്ട ക്ലോസ്ഡ് ആയിട്ടുള്ള പാലങ്ങളായിട്ട് കാണുന്നു. കായംകുളം കഴിഞ്ഞാൽ അടുത്ത മണ്ഡലം കരുനാഗപ്പള്ളിയാണ്. അവിടുത്തെ MLA കോൺഗ്രസിൻ്റെ CR മഹേഷ് ആയിരുന്നു. അവിടെയും തൂണിന് മുകളിൽ കൃത്യമായിട്ട് പാലം പോകുന്നു. അപ്പോൾ ഹരിപ്പാട്ടും കരുനാഗപ്പള്ളിയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് സാധിച്ചു. യു പ്രതിഭയ്ക്ക് അത് സാധിച്ചില്ലെന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യല്ലേ വേണ്ടത്? അല്ല, ജനങ്ങളാണ് ഒരാളെ ജയിപ്പിക്കണം തോൽപ്പിക്കണം തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ പ്രവർത്തിക്കൽ മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചെയ്യാവുന്ന കാര്യം. ഇവരത് ചെയ്യുക. അതല്ലാണ്ട് നിലവിളികളുകൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ളവരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടും അവർക്ക് വീണ്ടും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയും എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രതിഭ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക. അവർ വിജയിച്ച സമയത്ത് ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവർ ജയിച്ചു. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ അവർ തോൽറ്റു. അതങ്ങനെ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ തനിക്ക് എന്തെല്ലാം പോരായ്മകളുണ്ടായിരുന്നത് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ വീണ്ടും യു പ്രതിഭയ്ക്ക് എന്ത് തിരിച്ചു വരാം. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യു പ്രതിഭ. ഇത്തരത്തിലുള്ള ചൊറിയുന്ന വർത്തമാനങ്ങൾ കൂടുതലായിട്ട് അവരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നാൽ അവരുടെ സപ്പോർട്ടേഴ്സ് കുറയും. വളരെ കുറഞ്ഞ് അവരെ ഒരിക്കൽ പോലും പാർട്ടി MLA ആയിട്ട് മത്സരിപ്പിക്കാനായിട്ട് സാധ്യതയില്ല എന്ന് കരുതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. പലയിടങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, യു പ്രതിഭയെ പുറത്താക്കിയോ പാർട്ടി? അങ്ങനെ ചോദിക്കാനായിട്ടുള്ള കാരണം ഈ സംഭവവികാസങ്ങളും സംഘർഷങ്ങളും തുടർന്ന് അവരെടുക്കുന്നതായിട്ടുള്ള സമീപനങ്ങളും തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ കായംകുളം എന്ന് പറയുന്നത് CPM ഉറച്ച സീറ്റുകളേ ഇല്ലേ ഇപ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് സംഭവിച്ചതാണ്. ഇപ്പോൾ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഇ.കെ. നായനാരെ പോലുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ സുരക്ഷിത മണ്ഡലമായിട്ട് കണക്കാക്കിയിരുന്ന സ്ഥലമാണ്. അത് നമ്മളിപ്പോൾ ഈ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മുടെ ഡീലിമിറ്റേഷന് ശേഷം ഉള്ള കാലത്ത് ഇതുവരെയും തോക്കാത്ത മണ്ഡലമാണ്. അവിടെ തോറ്റുപോയി CPM. അപ്പോൾ തൃക്കരിപ്പൂർ തോക്കുന്ന സമയം ഇവിടെ ഈ കായംകുളം അങ്ങനെയല്ല. കായംകുളം എന്ന് പറയുന്നത് കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അതെ.
തച്ചടി പ്രഭാകരനെ പോലെയുള്ള ഹേമേന്ദ്രനെ പോലെയുള്ളവർ അവരുടെ കയ്യിലിരുന്ന MMS ജയിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അത് കഴിഞ്ഞ് പിന്നീട് അത് CPM തിരിച്ചു പിടിക്കും. CPM-ന്റെ സ്ഥിരം ജയിക്കുന്ന മണ്ഡലമായി മാറി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ 2 വട്ടം ജയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എക്കാലത്തും ജയിക്കാം എന്ന് വിചാരിക്കുന്നത് ലോകമണ്ഡലത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, തിരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മത്സരങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സങ്കടപ്പെടേണ്ടി വരും. ഇതിവരുടെ അവരുടെ ഒരു സൈക്കോളജിക്കൽ അബറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പക്വതയുടെ അപാകത കൊണ്ടാണ്, അതിൻ്റെ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. ഈ ഒരുപക്ഷെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇനി കായംകുളത്തു നിന്ന് ഒരു അവസരം കൂടി പ്രതിഭയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അവരുടെ പ്രവർത്തന മേഖല സ്വന്തം നാടായ തകഴി കേന്ദ്രീകരിച്ച് പോകണം. അങ്ങനെ തകഴി കേന്ദ്രീകരിച്ച് പോയാൽ അത് അമ്പലപ്പുഴയോ ഒക്കെ ആ ഭാഗത്തേക്കായിരിക്കും. അവിടെ ഇന്ന് ഒരുപക്ഷെ സീറ്റ് കിട്ടില്ല. ഇവിടെ നിരന്തരം CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നു, ലൈവ് ഇടുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇനി പാർട്ടി അനുവദിച്ചില്ലെങ്കിലും ഞാൻ പോകും എന്ന തരത്തിലുള്ള പ്രസ്താവന വരുന്നു. ലിജു മന്ത്രി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇരവാദം മുഴക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ അജണ്ടയുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇനി കേരളത്തിലേക്ക് വളർന്നു വരാൻ BJPക്ക് വലിയ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തെ തുടർച്ചയായി കുറ്റം പറഞ്ഞാൽ, പാർട്ടി നേതൃത്വത്തെ അവഹേളിച്ചാൽ ഉണ്ടാകുന്ന ഒരു സാധ്യത മാഷ് നേരത്തെ പറഞ്ഞതാ, പ്രതിഭയെ പാർട്ടി പുറത്താക്കിയോ? അങ്ങനെ പുറത്താക്കിയാൽ മറ്റേതെങ്കിലും വാതിൽ തുറന്നു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും ഇവർ. അല്ല, ഇത് പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത് താഴെത്തട്ടിൽ പോയുള്ള പ്രവർത്തനത്തിൽ, തകഴിയിൽ പോകാൻ പറഞ്ഞ് തകഴിയിൽ പോവുകയാണ്, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയുള്ള ജൽപ്പനങ്ങൾ, അതിൽ നിന്ന് അവർക്ക് മുക്തി നേടാനായിട്ട് പറ്റും. കാരണം ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാവും. ഇപ്പോൾ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്വപ്നലോകങ്ങളുടെ ബാലഗോപാലിനെ പോലെ ഇപ്പോൾ പ്രതിഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് മാറട്ടെ എന്ന് നമുക്ക് പറയാം. അതാണ് ശരി. കാരണം നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരൂ, മണ്ണിൽ കാല് ചവിട്ടി നടക്കൂ, തകഴിയിൽ പോകൂ. അതാണ് അവർക്കുള്ള നമ്മുടെ ഒരു ഉപദേശം എന്ന് പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.